നമസ്കാരം. SSC MDS എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ റീസണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. MDS എക്സാമിൻ്റെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ MDSൻ്റെ നമ്മുടെ ദിശ അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദിശ ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും അതേ ക്ലാസ്സുകൾ തന്നെ ലൈവായിട്ട് കേൾക്കാൻ പറ്റാത്തവർക്ക് റെക്കോർഡറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ മെൻ്റൽ സപ്പോർട്ടും നോട്ടുകളും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ലീനിയർ സീറ്റിംഗ് ഉണ്ട്, സർക്കുലർ സീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു റോയിൽ ആൾക്കാരെ ഇരുത്തുകയാണെങ്കിലാണ് അതാണ് ലീനിയർ സീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത്. ഒരു റോയിൽ ആൾക്കാരെ ഇരുത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ലീനിയർ സീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു റൗണ്ട് ടേബിൾ അല്ലെങ്കിൽ ഒരു സർക്കുലർ ടേബിൾ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിൽ ചുറ്റും ആൾക്കാരെ ഇരുത്തുന്ന ടൈപ്പ് സീറ്റിങ്ങിനാണ് സർക്കുലർ സീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലീനിയർ സീറ്റിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് പറയാനുണ്ട്. ഇപ്പം ലീനിയർ സീറ്റിങ്ങിനകത്ത് നമുക്ക് ആൾക്കാരുടെ എണ്ണം പറയാം, 5 അല്ലെങ്കിൽ 6 എന്നുള്ളൊരു എണ്ണം പറയും. ആ എണ്ണത്തിനനുസരിച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ 5 പേരുടെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണ്. ഇപ്പോൾ 5 പേരെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് ഡയറക്ഷനോടെ പറയും. അവർ നോർത്ത് ഫേസ് ചെയ്യാണോ അല്ലെങ്കിൽ സൗത്ത് ഫേസ് ചെയ്യാണോ എന്ന് പറയും. ഇപ്പോൾ നോർത്ത് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെയാണ് പറയുക. നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയാം, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നുള്ള. ഇപ്പോൾ നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ, ക്വസ്റ്റ്യനിൽ നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആരോടെ ഹെഡ് താണ്ടി ഈ രീതിയിലാണ് വരയ്ക്കുന്നത്. ഇവിടെ അറിയേണ്ട ടേംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്നവരുടെ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് ആയിരിക്കും. ഓക്കെ, എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് ആയിരിക്കും. എക്സ്ട്രീം റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് ആയിരിക്കും. ക്ലിയർ ആയോ? എക്സ്ട്രീം ലെഫ്റ്റ് ഇത്, എക്സ്ട്രീം റൈറ്റ് ഈ എൻഡ്. ഇനി ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണ്, ഈ ഒരു നടുക്കിരിക്കുന്ന ആളെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടും ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് നമ്മൾ എടുക്കാൻ കൃത്യമായിട്ട് അറിയണം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയാണ് A is sitting second to the right of B. ഓക്കെ, A is sitting second to the right of B എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിയുടെ ഞാൻ ഒന്നുകൂടെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. A is sitting second to the right of B. second to right of B. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെപ്പോഴും ഒരു സെൻറ്റൻസ് വായിക്കും മലയാളത്തിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. ബിയുടെ റൈറ്റിൽ രണ്ടാമതാണ് A ഇരിക്കുന്നതെന്നാണ്. തെറ്റിപ്പോരുത്. എയുടെ റൈറ്റിൽ ബി ഇരിക്കുന്നതെന്നല്ല, ബിയുടെ റൈറ്റിലാണ് A ഇരിക്കുന്നതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. A is sitting second to the right of B എന്ന് പറയും. നമ്മളിപ്പോൾ ചെയ്ത് വന്നപ്പം ഓൾറെഡി ബി ഫിക്സ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ബി ഫിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A അവിടെ വരും. ബിയുടെ റൈറ്റ് ഇങ്ങോട്ടാണ്, റൈറ്റിൽ രണ്ടാമതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1, 2, അപ്പോൾ രണ്ടാമത്, അതായത് ഇവിടെയാണ് A വരും. ഈ രീതിയിലാണ് നമ്മളത് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക. ഇനി നോർത്ത് എപ്പോഴും നോർത്ത് ഫേസ് ചെയ്യുന്ന രീതിയിലാകണമെന്നില്ല, സൗത്ത് ഫേസ് ചെയ്യുന്ന രീതിയിലും വരാം. ഇപ്പോൾ സൗത്ത് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആരോടെ ഹെഡ് താണ്ട് ഇങ്ങനെ വരയ്ക്കുക. സൗത്ത് എന്ന് പറഞ്ഞ ഈ ഡയറക്ഷൻ അല്ലേ, അപ്പോൾ ആരോടെ ഹെഡ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇവിടെ റൈറ്റും ലെഫ്റ്റിനും മാറ്റമുണ്ട്. ഇവിടെ റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എക്സ്ട്രീം റൈറ്റ് എന്നോ എക്സ്ട്രീം ലെഫ്റ്റ് എന്നോ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരാളെ സംബന്ധിച്ച് ഈ ആളിനെ സംബന്ധിച്ചാണെങ്കിൽ റൈറ്റ് ഇങ്ങോട്ടും ലെഫ്റ്റ് ഇങ്ങോട്ടുമാണ്. ഇതാണ് അവിടെ വരുന്ന വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ലീനിയർ സീറ്റിങ്ങിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 6 people അവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. കരൺ, ദിലീപ്, രാഹുൽ, പ്രഭാത്, അലോക് ആൻഡ് സന്ദീപ്. ഒരു സ്ട്രേറ്റ് ലൈൻ ഇരിക്കുകയാണ്, ഫേസിങ് നോർത്താണ്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്നു. നമുക്ക് 6 പേരെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ 6 പേർക്കുള്ള സീറ്റ് വരയ്ക്കുക. 6 പേരുടെ ആരോ മാർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി ഓരോരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരിയും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സൈഡ് എഴുതി വെക്കുക. അല്ല വീണ്ടും അതൊന്നുകൂടെ വായിക്കാൻ നിൽക്കരുത്. നമുക്ക് സൈഡ് എഴുതി വെച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? അതെല്ലാം അവിടെ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഫിക്സ് ചെയ്ത് തന്നെ പോകാം. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? കരൺ സിറ്റ് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റിൽ നിന്ന് രണ്ടാമതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോർത്ത് ഫേസ് ചെയ്യാണ്, ഇതാണ് ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റിൽ നിന്ന് രണ്ടാമതാണ് കരൺ ഇരിക്കുക. ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അത് ഉറപ്പായിട്ടും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. വേറെ പോസിബിലിറ്റി ഇല്ല. ഇവിടെ വരൂ, വേറൊരു പോസിബിലിറ്റി അതിനില്ല, കാരണം ഇവിടെ വരും. ഓക്കെ, ദിലീപ് സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് കരൺ. അതിൻ്റെ അർത്ഥം എന്താണ്? കരണിൻ്റെ റൈറ്റിൽ മൂന്നാമതാണ് ദിലീപ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കത് എഴുതി നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കൊടുത്താൽ മതി. മനസ്സിലാൻ വേണ്ടി ഒന്ന് പറയാണ്. ഇപ്പോൾ ഇത് കരണ്, കരണിൻ്റെ റൈറ്റിൽ മൂന്നാമതാണ്. അപ്പോൾ കരണ്ട് റൈറ്റിൽ മൂന്നാമത് ദിലീപ് വരണമെങ്കിൽ അവരുടെ ഇടയിൽ എത്ര പേര് കാണും? 2 പേര് കാണത്തില്ല. ഈ 2 പേര് കഴിഞ്ഞ്
മൂന്നാമത്തെ ആളാണ് ആര്? ഈ ദിലീപ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കറണ്ടിനെ ഫിക്സ് ചെയ്തു. കറണ്ടിനെ ഫിക്സ് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ കൊടുക്കുക. അപ്പോൾ കറണ്ട് ഓൾറെഡി ഫിക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? 2 പേരെ കഴിഞ്ഞിട്ട് ആരെ കൊടുക്കുക? ദിലീപിനെ കൊടുക്കുക. നമുക്ക് ഫിക്സ് ആയിട്ട് കൊടുക്കാം, അത് ഉറപ്പാണ്, വേറെ പോസിബിലിറ്റി ഇല്ല അവിടെ. ഓക്കെ, അടുത്തത് രാഹുൽ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദിലീപ്. ഇപ്പോൾ കണ്ടോ, വീണ്ടും ദിലീപിനെ ബേസ് ചെയ്താണ്. ദിലീപ് ഓൾറെഡി ഫിക്സ് ആയി. അപ്പോൾ പിന്നെ അടുത്ത രാഹുലിനെ എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് ഒരിടത്ത് കൊടുക്കാം. എങ്ങോട്ടാണ്? ലെഫ്റ്റ് ഓഫ് ദിലീപ് ആണ്. സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ദിലീപ് എന്നാണ്. അപ്പോൾ ദിലീപ് ഇതാണ്. സെക്കൻഡ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും രാഹുൽ. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, പ്രഫാസ് സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് രാഹുൽ. ഇതേ രാഹുലിനെ തന്നെയാണ്. അപ്പോൾ രാഹുൽ ഫിക്സ് ആയതുകൊണ്ട് അതും എന്ത് ചെയ്യാൻ കൊടുക്കാം? രാഹുലിന് തേർഡ് ടു ദ റൈറ്റ് ആണ് പ്രഫാദ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മീനിങ് എടുക്കുമ്പോൾ മാറിപ്പോലെ രാഹുലിൻ്റെ റൈറ്റിലാണ് പ്രഫാദ്. ഓക്കെ, അപ്പോൾ പ്രഫാദ് ഇവിടെ, രാഹുൽ ഇവിടെ, ഇപ്പോൾ മൂന്നാമതാണ് പ്രഫാദ്. ഇപ്പോൾ ഇവിടെ വരും ആര്? പ്രഫാദ്. അപ്പോൾ റൈറ്റ് ലെഫ്റ്റും ക്ലിയർ ആയിരിക്കണം. റൈറ്റ് ലെഫ്റ്റ് മാറിപ്പോയാൽ ആൻസർ മാറിപ്പോവും. ലാസ്റ്റ് സെന്റൻസ്, സന്ദീപ് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രഫാദ്. ഈ പ്രഫാദിന്റെ ലെഫ്റ്റിൽ രണ്ടാമതാണ് സന്ദീപ്. അപ്പോൾ എവിടെ ആയിരിക്കും സന്ദീപ് വരുന്നത്? സന്ദീപ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരെയും കൊടുത്തു. ഇനി ഒരാൾ ബാക്കിയുണ്ട്. അത് ഇനി എന്താണ്? അങ്ങനെ ഒരാളെ ബാക്കി വരുന്നുള്ളെങ്കിൽ നമ്മൾ ഓൾറെഡി പേര് പറയുമല്ലോ. ആ പേരിനകത്ത് ഇനി വരാത്ത ആളാരാണെന്ന് നോക്കിയാൽ മതി. കരൺ വന്നു, ദിലീപ് വന്നു, രാഹുൽ വന്നു, പ്രഫാദ് വന്നു. ആരാണ്? ആലോകാണ് വരാനുള്ളത്. അപ്പോൾ ആലോകായിരിക്കും ഇവിടെ. അത് നമുക്ക് എന്ത് ചെയ്യാം? അത് ക്വസ്റ്റ്യൻ ഇനി എടുത്ത് പറയണമെന്നില്ല, ഫിക്സ് ചെയ്യാം. കാരണം ആ അലോക ഒരു സീറ്റേ വേക്കൻ്റ് ഉള്ളൂ, ഒരാളെ വരാനും ഉള്ളൂ. അപ്പോൾ എന്താണ്? അത് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് കരൺ? കരണിൻ്റെ റൈറ്റിൽ രണ്ടാമതിരിക്കുന്നത്. അപ്പോൾ കരണിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. രണ്ടാമത് ആരാണ്? 1, 2 സന്ദീപ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ 3 സന്ദീപ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇവിടെ പേരല്ല, ആൽഫബറ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത്. 6 പേരാണ്. അപ്പോൾ ഫേസിങ് നോർത്ത്, ആ സെൻറ്റൻസ് നിങ്ങൾ നോക്കുക. ഡയറക്ഷൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നോർത്ത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യന് ഡയറക്ഷൻ ഒന്നും പറയുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് നോർത്തോ സൗത്തോ ഒന്നും പറയുന്നില്ല എങ്കിലും നമുക്ക് നോർത്ത് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഡയറക്ഷൻ ഒന്നും പറയുന്നില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നോർത്ത് എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, ഇവിടെ 6 പേരല്ലേ, അപ്പോൾ 6 പേരെ നോക്കുക. 6 പേർക്കുള്ള ഒരു സീറ്റിംഗ് വരയ്ക്കാം. ആദ്യ സെൻറ്റൻസ് എന്താണ് പറഞ്ഞേക്കുന്നത്? യു സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ആർ. എന്താണ് അതിൻ്റെ അർത്ഥം? 6ൻ്റെ റൈറ്റിൽ 4ാമതാണ് യു ഇരിക്കുന്നത്. നമ്മൾ മീനിങ് എടുക്കുമ്പോൾ മാറിപ്പോലെ 6ൻ്റെ റൈറ്റിൽ 4. അപ്പോൾ ഇവിടെ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പോസിബിലിറ്റീസ് ഉണ്ട്. 6ൻ്റെ റൈറ്റിൽ 4ാമെന്ന് പറയുമ്പം ഇടയ്ക്ക് എത്ര പേരുണ്ട്? ഇടയ്ക്ക് 3 പേര് വരും. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിലാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ റൈറ്റ് കാണിക്കാനാണ് ഈ ഒരു 6ാം മാർക്ക് കൊടുത്തത്. കാരണം 6ൻ്റെ റൈറ്റ് നോർത്ത് ഫേസ് ചെയ്യല്ല, അപ്പോൾ ഇങ്ങോട്ടല്ല റൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 6ാം മാർക്ക് കൊടുത്തത്. 6 കഴിഞ്ഞ് റൈറ്റിലോട്ട് 3 പേര് കഴിഞ്ഞാണ് യു. അടുത്ത സെൻറ്റൻസ് നോക്കാം. ആർ ഈസ് നോട്ട് സിറ്റിംഗ് അറ്റ് എക്സ്ട്രീം എൻഡ്. അതിൻ്റെ അർത്ഥം എന്താ? എക്സ്ട്രീം എൻഡിൽ 6 വരില്ല. അതായത് ഇവിടെ 6 വരത്തില്ല, ഇവിടെ 6 വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചാൻസ് നമുക്ക് കൊടുത്തുകൂടെ? ഒന്ന് ആലോചിച്ച് നോക്കി. കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ഇവിടെ വരില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ 6 ഇവിടെ വന്നാൽ, ഇമാജിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ 6 ഇവിടെ വന്നാൽ 1, 2, 3 പേര് കഴിഞ്ഞ് യുവിനെ കൊടുക്കാമല്ലോ. ഇനി 6 ഇവിടാണ് വരുന്നതെങ്കിൽ എനിക്ക് യുവിനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 3 പേരെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് യുവിനെ കൊടുക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 6 ഇവിടെ വരൂ. മനസ്സിലായി? 6 ഇവിടെ വന്നാലും ഓക്കെ ആയിരുന്നു. പക്ഷേ എന്താണ്, അവർ എടുത്ത് പറഞ്ഞു 6 എൻഡിൽ വരില്ല എന്ന് പറഞ്ഞു. 6 എൻഡിൽ വരുമെന്നുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്തിനു പ്ലേസ് ചെയ്യാം? യുവിനെ പ്ലേസ് ചെയ്യാം. പക്ഷേ എടുത്തു പറഞ്ഞു 6 എൻഡിൽ വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഉറപ്പിക്കാം 6 ഇവിടെ വരും. കാരണം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യുവിനെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 6നെ ഇവിടെ ഫിക്സ് ചെയ്തു. 3 പേര് കഴിഞ്ഞ് യുവിനെ ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ടി ഈസ് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് യു ആൻഡ് എസ്. എന്താ അതിൻ്റെ അർത്ഥം? ടി എന്ന് പറഞ്ഞാൽ യുവിൻ്റെ നെയ്ബറാണ്, എസിൻ്റെ നെയ്ബറാണ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്? ടി എന്ന് പറയുന്നത് നെയ്ബർ നിങ്ങൾക്കറിയാം, അടുത്തുള്ള ആളെ, തൊട്ടടുത്തിരിക്കുന്ന ആളെന്നാണ്. യുവിൻ്റെ അടുത്തിരിക്കണം, എസിൻ്റെ അടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എസിൻ്റെയും യുവിൻ്റെയും നടുക്കായിട്ട് ടി വരണ്ടേ? എന്നാലല്ല 2 പേരുടെ നെയ്ബർ ആവത്തുള്ളൂ. അപ്പം ടി എന്ന് പറയുന്നത് എസിൻ്റെ യുവിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് യു ഫിക്സ് ആയിട്ടുണ്ട്. യു ഇവിടെയാണ് വന്നതെന്നുള്ളത് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പോകത്തില്ല, കാരണം അത് എന്താണ്. അപ്പോൾ എന്തായാലും എങ്ങനെ വരൂ? എസ് ഇവിടെയും ടി ഇവിടെ എല്ലാം വരും. എന്നാലല്ല ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വരും. ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ക്യൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. ഓൾറെഡി നമുക്ക് എസ് ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂവിനെ ധൈര്യമായിട്ട് കൊടുക്കാം. എസിൻ്റെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? എസിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. അപ്പം 3ാമതെന്നാണ് പറഞ്ഞേക്കുന്നത്. 1, 2, 3. അപ്പോൾ ഇവിടെ ആണ് ആര് വരുന്നത്? ക്യൂ. ഇനി ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്. നമ്മളിനി വരാത്ത ആളാരാണ്? പി ആണ്. ധൈര്യമായിട്ട് പി അവിടെ കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ. ഇമ്മീഡിയറ്റ്ലി ടു ദ റൈറ്റ് ഓഫ് ആർ. ആറിൻ്റെ തൊട്ട് റൈറ്റ്, ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത റൈറ്റ് ഇരിക്കുന്നത് ആരാണ്? പി അല്ലേ? അപ്പോൾ പി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പി എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.
നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം MDSൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്ത് 7 പേരാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. 7 പേരാണ്. അത് മാത്രമല്ല ഫേസിങ് സൗത്ത് ആണ്. ഓക്കെ, അപ്പോൾ സൗത്ത് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം പടം വരയ്ക്കാൻ. അപ്പോൾ 7 പേര് സൗത്ത് ഫേസ് ചെയ്യാണ്. കണ്ട ആരോടെ ഹെഡ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ വരയ്ക്കുക. 7 പേരുണ്ട്. ഓക്കെ, ഞാൻ 7 പേർക്കുള്ള സ്പേസ് വരച്ചു. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ റൈറ്റ് ലെഫ്റ്റും മാറ്റമുണ്ട്, നേരത്തെ ചെയ്ത പോലല്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് ശ്രദ്ധിച്ച് ചെയ്യുക. ഓൺലി 2 people സിറ്റ് ബിറ്റ്വീൻ വി ആൻഡ് പി. വിക്കും പിക്കും ഇടയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് ഇഷ്ടം പോലെ പോസിബിലിറ്റി ഉണ്ട്. വിയും ബി എവിടെ വന്നാലും ആ 2 പേരുടെ ഇടയിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് അത് അവിടെ എഴുതി വെച്ചു. അടുത്ത് നോക്കി, ഓൺലി 2 people സിറ്റ് ടു ദ റൈറ്റ് ഓഫ് വി. അതെന്ത് ചെയ്യാം? ഫിക്സ് ചെയ്യാം. വിയുടെ റൈറ്റിൽ 2 പേരെ ഇരിക്കുന്നുള്ളൂ. അതെന്ത് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്? നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു ഇതാണ് റൈറ്റ് എൻഡ്, ഇതാണ് ലെഫ്റ്റ് എൻഡ്. വിയുടെ റൈറ്റ് 2 പേരെ ഉള്ളതെന്ന് പറയുമ്പോൾ വി ഇവിടെ വന്നാലല്ല ശരിയാവും. എന്നാലോചിക്കുക, വേറെ എവിടെയെങ്കിലും വന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുമോ? വി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വിയുടെ റൈറ്റ് ഇങ്ങോട്ടാണ്, 2 പേരെ വരാവും. ഓക്കെ, വി ഇവിടെ വന്നാൽ റൈറ്റിൽ ഒരാളായിപ്പോവും. ഇനി വി ഇവിടെ ആണ് വരുന്നതെങ്കിലോ? വി ഇവിടെ ആണ് വരുന്നതെങ്കിൽ റൈറ്റ് 3 പേരായിപ്പോവും. അതുകൊണ്ട് ഇവിടെ മാത്രമേ വരാൻ പറ്റൂ. അത് ഫിക്സ് ആയി. ഓക്കെ, അപ്പോൾ വി എ ഫിക്സ് ചെയ്തുകൊണ്ട് ആരെ ഫിക്സ് ചെയ്യാം? പി എയും ഫിക്സ് ചെയ്യാം. മനസ്സിലായോ? വി എ റൈറ്റ് ആണ് ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. വി ഫിക്സ് ആയതുകൊണ്ട് പി എയും കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഇങ്ങോട്ടാണ് ആകെ 2 പേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് പി എ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉറപ്പായി ഇങ്ങോട്ടേ പറ്റൂ. അപ്പോൾ 2 പേര് കഴിഞ്ഞ് പി. അപ്പോൾ പി ഇവിടെ വരും. ഓക്കെ, അത് വി ഫിക്സ് ചെയ്തതുകൊണ്ടാണ് ഇത് ഞാൻ കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഡി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. നമുക്കിവിടെ ഡിയും ഇല്ല എസും ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഇപ്പോൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകരുത്. എന്താണ് മീനിങ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എസിൻ്റെ ലെഫ്റ്റിലാണ് ഡി ഇരിക്കുന്നത്. ഓക്കെ, എസിൻ്റെ ലെഫ്റ്റിലാണ്. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ എഴുതുക. അതായത് ഇവിടെ റൈറ്റും ലെഫ്റ്റും വരുന്ന രീതിയിൽ തന്നെ വരച്ച് വെക്കുക. അല്ലെങ്കിൽ നോർമൽ ലെഫ്റ്റും റൈറ്റും വരുന്ന രീതിയിലാണ് നിങ്ങൾ എഴുതി വെക്കുന്നത്. ഇവിടെ കൊടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഞാൻ ഇവിടെ ഉള്ള രീതിയിൽ തന്നെ എഴുതി വെക്കുകയാണ്. എസിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് കൊടുക്കണം? അതാണ് ഇങ്ങോട്ട് കൊടുക്കണം. മനസ്സിലായോ? എസിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ട് കൊടുക്കണം. ഡി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ് എന്നല്ലേ? അപ്പം എസിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ ലെഫ്റ്റിൽ തേർഡ്, അതായത് ഇടയ്ക്ക് എത്ര പേരാണ്? 2 പേര്. ഇങ്ങനെയാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ് വരേണ്ടത്. എസ് ഈ ഭാഗത്തും ഡി അങ്ങോട്ടും ആ രീതിയിൽ വേണം അവരെ പ്ലേസ് ചെയ്യാൻ. ഇപ്പോൾ 2 പേരെ നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവിടെ എഴുതി വെച്ചു. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കി. പി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡി ആൻഡ് എഫ്. ഞാൻ നേരത്തെ അത് പറഞ്ഞു. ഒരാൾ 2 പേരുടെ നെയ്ബർ ആവണമെങ്കിൽ അവരുടെ ഇടയിൽ ഇരിക്കുന്ന ആളായിരിക്കണം. അതായത് പി എന്ന് പറഞ്ഞാൽ ഡിയുടെ എഫിൻ്റെ നടുക്കിരിക്കുന്ന ആളായിരിക്കണം. ആ ഡിയുടെ എഫിൻ്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. മനസ്സിലായോ? ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഡി ഇവിടെ എഫ് ഇവിടെയും വരാം, തിരിച്ചും വരാം. 2 പോസിബിലിറ്റി ഉണ്ട്. ലാസ്റ്റ് സെൻറ്റൻസ്, സി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എസ്. സിയും എസ് നെയ്ബേഴ്സ് ആണ്. സിയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ, അത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് പറയുന്നില്ല. സിയും എസ് അടുത്തടുത്തിരിക്കുകയാണ്. 2 പേരും അടുത്തടുത്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ആകെ ഫിക്സ് ചെയ്യാൻ പറ്റിയത് വി എയും പി എയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്കത് ബാക്കിയുള്ളവരെയും കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിലേതാണ് ആദ്യം കൊടുക്കാൻ എളുപ്പമെന്ന് ആലോചിക്കുക. എപ്പോഴും നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ അടുപ്പിച്ച് 2 പേര് ഉണ്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കാൻ ആദ്യം എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അടുപ്പിച്ച് 2 പേര് വരണം. സി എസ് അടുപ്പിച്ചല്ലേ ഇരിക്കുന്നത്, 2 പേര് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ അടുപ്പിച്ച് 2 പേര് വേക്കൻറ്റ് വരുന്നതാണ്. ഇവിടെയുണ്ട്, ഇവിടെ 2 പേരുണ്ട്, ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് വരാൻ സാധ്യത എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വന്നാൽ, ഇവിടെ ഒരിടത്ത് സി, ഇവിടെ ഒരിടത്ത് എസും വന്നാൽ എന്താണ് പ്രശ്നം? പി യുടെ അടുത്ത് ഒന്നെങ്കിൽ ഡിയോ എഫ് എ വരാവും. ക്ലിയറാണ്? ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് ആലോചിക്കുകയാണ്. പി യുടെ അടുത്ത് ഡിയോ എഫ് എ വരാവും. അപ്പോൾ നമ്മൾ ഇവിടെ സിഒ എസ്ഒ കൊടുത്താൽ പി യുടെ അടുത്ത് എസ്ഒ സിഒ ആയി പോകത്തില്ല. പി യുടെ അടുത്ത് ഡിയു എഫ് ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സിഒ എസ് ഇവിടെ ആയിട്ട് വരത്തില്ല. ഈ 2 ഇടത്തായിട്ട് സി എസും വരത്തില്ല. അപ്പോൾ ഉറപ്പിച്ചു ഇവിടെയാണ്, ഇവിടെ ഒരിടത്ത് സിയും ഒരിടത്ത് എസ്സും ആയിട്ടാണ് വരേണ്ടത്. അപ്പോഴും ഒരു ഡൗട്ടുണ്ട്, സി എവിടെയാണ് എസ് എവിടെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം തിരിച്ച് 2 രീതിയിൽ വരാം. ഒരിടത്ത് എസ് ഒരിടത്ത് സി ആയിട്ട് വരാം. ഇവിടെ സി ഇവിടെ എസ്, അങ്ങനെ തിരിച്ചും മറിച്ചും വരാം. അപ്പോൾ അവിടെ ഒന്നുകൂടെ ആലോചിക്കാനാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റോടെ വെച്ച് ആലോചിക്കാം. എന്താണ്? എസിൻ്റെ ലെഫ്റ്റിൽ രണ്ടാമത് ഡി വരണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ എസിനെ കൊടുത്താൽ ഇമാജിൻ ചെയ്ത് ആലോചിച്ചാൽ മതി. 2 പേര് കഴിഞ്ഞ് ഡി എ കൊടുക്കാൻ പറ്റും, ഡി എ ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് പ്രശ്നം? ഈ 3 സ്റ്റേറ്റ്മെൻറ്റോടെ കമ്പയർ ചെയ്ത് വേണം ആലോചിക്കാൻ. ഞാൻ ഇങ്ങനെ കൊടുത്താൽ, ഓക്കെ, ഞാൻ ജസ്റ്റ് എഴുതി തന്നെ കാണിക്കാം. ഞാൻ ഇവിടെ എസിനെ കൊടുത്തു എന്ന് വിചാരിക്കുക. എസിനെ ഇവിടെ കൊടുത്തു, 2 പേര് കഴിഞ്ഞ് ഞാൻ ഡി എ ഇവിടെ കൊടുത്തു. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഡി എന്ന് പറഞ്ഞാൽ പി യുടെ അടുത്ത് വരണം. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ പി യുടെ അടുത്ത്, ഇവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? വയലേറ്റ് ആയി പോയില്ലേ? അപ്പോൾ ഇങ്ങനെയല്ല വരണ്ടേ. അപ്പോൾ എങ്ങനെയാണ് വരണ്ടേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, എസിനെ ഇവിടെ കൊടുക്കാൻ പറ്റൂ, അങ്ങനെയാണ് സി എ ഇവിടെ കൊടുക്കാൻ പറ്റൂ. സി എസ് അടുത്തടുത്തല്ലേ, അപ്പോൾ സി ഇവിടെ എസ് ഇവിടെ. അപ്പോൾ അത് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ 2 പേര് കഴിഞ്ഞ് ഡി ഇവിടെ. അപ്പോൾ ഡി ഇവിടെ ആണെങ്കിൽ എന്താണ്? എഫ് ഇവിടെ.
ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും കമ്പൈൻ ചെയ്ത് ആലോചിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവരെയും ആയി. ഒരു സീറ്റ് വേക്കൻറ്റ് അവിടെ നിന്ന് വരാനുള്ള ആളാരാണെന്ന് നോക്കുക. 6 അല്ലേ, 6 നമ്മളിന് കൊടുക്കാനുള്ളത്. അപ്പോൾ 6 ഇവിടെ വരുന്നതെന്നുള്ള ഉറപ്പായി. ഫൈനൽ ആൻസർ എസിനും പിക്കും ഇടയ്ക്ക് എത്ര പേര്, ടോട്ടൽ ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എസ് ആൻഡ് പി. എസ് താണ്ടെ പി താണ്ടെ എത്ര പേരുണ്ട്? 3 പേരല്ലേ, ഇടയ്ക്ക് 3 പേരാണ്, 3 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് നോർത്ത് ആണോ സൗത്ത് ആണോ നോക്കുക, അതിനനുസരിച്ച് റൈറ്റും ലെഫ്റ്റും മാറ്റമുണ്ട്, ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ സർക്കുലർ സീറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സർക്കുലർ സീറ്റിങ്ങിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ആൾക്കാർ ഇരിക്കുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിന് ചുറ്റും ഈ ആൾക്കാർ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അവിടെ ചെയ്യുമ്പം നമ്മൾ ലീനിയർ ചെയ്ത പോലെ ലൈൻ വരയ്ക്കുകയല്ല, ഒരു സർക്കിൾ അങ്ങ് വരച്ചാൽ മതി. ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. ഇവിടെ 2 രീതിയിലാകാം. നേരത്തെ ലീനിയറിനകത്ത് ഡയറക്ഷൻ ആയിരുന്നു, പക്ഷെ ഇവിടെ 2 രീതിയിലാകാം. ഇവിടെ ഫേസിങ് ദ സെൻറ്റർ ആകാം, ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ ആകാം. ഓക്കെ, ഈ ഇരിക്കുന്ന എല്ലാവരും നടുക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലാകാം. ഓക്കെ, അപ്പോൾ ആ 2 രീതിയിലുള്ള കാര്യവും ഞാൻ പറയാം. ഇപ്പം ഫേസിങ് ദ സെൻറ്റർ ആണെങ്കിൽ 6 പേരുണ്ടെന്ന് വിചാരിക്കും. 6 പേരുണ്ടെങ്കിൽ ഞാൻ 6 പേരെ വരച്ചു, ഇങ്ങനെ 6 പേരെ, അത് ഇഷ്ടമുള്ളടത്ത് വരയ്ക്കാം. പക്ഷേ ഈവൻ നമ്പർ ഓഫ് ആൾക്കാരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രീതിയിൽ പെയറായിട്ട് തന്നെ അങ്ങ് വരയ്ക്കുക. ഇപ്പോൾ 6 പേരാണെങ്കിൽ 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആൾക്കാരെ വരയ്ക്കുക. 5 പേരോ 7 പേരോ ആണെങ്കിൽ ഓപ്പോസിറ്റിന് പ്രാധാന്യമില്ല, അവിടെ ഇഷ്ടമുള്ളടത്ത് പ്ലേസ് ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ 6 പേരാണ് ഞാനിങ്ങനെ, ഇപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഒരാൾ ഓപ്പോസിറ്റ് ഉണ്ട്, ആ രീതിയിൽ തന്നെ വരയ്ക്കുക. 8 പേരാണെങ്കിലും അങ്ങനെ. ഓക്കെ, 4 പേരാണെങ്കിലും അങ്ങനെ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഫേസിങ് ദ സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ ഇതാണല്ലോ, ആരോടെ ഹെഡ് ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ആരോടെ ഹെഡ് നടുക്കോട്ട് കൊടുക്കുക, ഈ രീതിയിൽ കൊടുക്കുക. ഇപ്പോൾ ഇവിടെയും നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരാളിനെ എടുത്താൽ ഇയാളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഈ ഒരാളിനെ എടുക്കുകയാണെങ്കിൽ അയാളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഈ ആളിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. ആ ആളുടെ റൈറ്റ് എങ്ങോട്ടാണ്, റൈറ്റ് ഇങ്ങോട്ട്, ലെഫ്റ്റ് ഇങ്ങോട്ട് വേണം. അപ്പോൾ ഇത് നമുക്ക് നല്ല ഐഡിയ വേണം. ഓരോരുത്തരുടെ റൈറ്റ് ലെഫ്റ്റ് എങ്ങോട്ട് വരുമെന്ന് കൃത്യമായിട്ട് അറിയണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഈ ആളിനെ സംബന്ധിച്ചാണ് ഇവിടെ മാറ്റമുണ്ട്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. നമ്മുടെ ഒരു ഇമാജിനേഷൻ ആണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തിരിക്കുമ്പം നമ്മുടെ കൈ റൈറ്റ് ഹാൻഡ് എങ്ങോട്ടാണ്, ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണെന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. ഇതാണ് ഫേസിങ് ദ സെൻറ്ററിൻ്റെ കേസിൽ. ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ ആണെങ്കിലോ, ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ ആണെങ്കിൽ ഇവിടെ ഞാൻ 6 പേരുടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ എന്ത് ചെയ്യണം, ആരോടെ ഹെഡ് വെളിയിലേക്ക് വരയ്ക്കണം. ഓക്കെ, ആരോടെ ഹെഡ് വെളിയിലേക്ക് വരയ്ക്കണം. ഇപ്പോൾ ഇവിടെ റൈറ്റ് ലെഫ്റ്റ് എങ്ങനെയാണ്, അതാണ് ഈ ഒരാളിനെ സംബന്ധിച്ചാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട്, ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടുമാണ്. ഈ ഒരാളിനെ സംബന്ധിച്ചാണ് റൈറ്റ് ഇങ്ങോട്ട്, ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, അവിടെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ ആളിനെ സംബന്ധിച്ചാണ് റൈറ്റ് ഇത്, ലെഫ്റ്റ് ഇത്. ഇതാണെങ്കിൽ റൈറ്റ് ഇത്, ലെഫ്റ്റ് ഇത്. അപ്പോൾ ഇത് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഇതിൻ്റെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ടു ദ റൈറ്റ്, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ എക്സ്ട്രീം റൈറ്റ് എൻഡോ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡോ ഇല്ല. ഓക്കെ, അത് ലീനിയറിലേ ഉള്ളൂ. സർക്കുലറിൽ നമുക്ക് അങ്ങനെ ഒരു ടൈം പറയത്തില്ല. അതേപോലെ മിഡിൽ നിന്നുള്ള ടൈമും ഇവിടെ വരില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. മനു, റാം, ഗൗരവ്, ശിവം, ഉമേഷ് ആൻഡ് വിക. അപ്പോൾ നിങ്ങൾ അവരുടെ എണ്ണം നോക്കുക, എത്ര പേരുണ്ടെന്ന് നോക്കുക. 3, 4, 5, 6 പേരുണ്ടല്ലോ. 6 പേരുണ്ട്. അപ്പോൾ 6 പേർക്കുള്ള സീറ്റാണ് വരയ്ക്കേണ്ടത്. അപ്പം ഫേസിങ് ദ സെൻറ്റർ, ആ സെൻറ്റൻസ് ശ്രദ്ധിച്ച് വായിക്കുക. സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നു. ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുക. എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുകയല്ലേ. അപ്പം 1, 2, 6 പേരായതുകൊണ്ട് ഓപ്പോസിറ്റ് പെയറായിട്ട് തന്നെ വരയ്ക്കുക. ഞാൻ ഈ 4 വരച്ചു. ഈ 5ാമത്തെ 6ാമത്തെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. പെയറായിട്ട് ഓപ്പോസിറ്റായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ചില ക്വസ്റ്റിനെ നമുക്ക് ഓപ്പോസിറ്റിൻ്റെ പ്രാധാന്യം വരും. എല്ലാ ക്വസ്റ്റിനും ഓപ്പോസിറ്റ് എന്നുള്ളൊരു കാര്യം കാണണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനിടയ്ക്ക് വീണ്ടും വെട്ടിത്തിരുത്തണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ വരയ്ക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മനു ഈ സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് റാം. നമ്മൾ ലീനിയർ ചെയ്ത പോലെ ഇവിടെ ഒരാളിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ ആദ്യ സെൻറ്റൻസിൽ പറയുന്ന ആൾക്കാരെ തന്നെ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്ത് തന്നെ പോകാം. ഇവിടെ എക്സ്ട്രീം ലെഫ്റ്റോ റൈറ്റോ അങ്ങനെയുള്ള ടേംസ് ഇല്ലാത്തതുകൊണ്ട് ഒരാളെ നമുക്ക് ഇഷ്ടമുള്ളത് ഫിക്സ് ചെയ്യാം. പക്ഷേ ബാക്കിയെല്ലാം എന്ത് വേണം, അവരെ ബേസ് ചെയ്ത ബാക്കിയുള്ളവരെ കൊടുക്കാവും. ക്ലിയറാ? അപ്പോൾ ആദ്യം ഞാനിപ്പോൾ മനു ഈ സെറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് റാം എന്ന് പറഞ്ഞാൽ എന്താണ്, റാമിൻ്റെ ലെഫ്റ്റ് രണ്ടാമതാണ് മനു ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ റാമിനെയും മനുവിനെയും പറ്റിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യാവും, മുന്നോട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവും? അപ്പോൾ അത് അങ്ങനെ വരും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഒന്നെങ്കിൽ മനുവിൻ അല്ലെങ്കിൽ റാം, ഇവരാരെങ്കിലും ഒരാളെ ഒരിടത്ത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ റാമിനെ അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. ഞാൻ അതും ഇഷ്ടമുള്ളിടത്ത് ഫിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ അങ്ങ് കൊടുക്കുകയാണ്, ഇവിടെ അങ്ങ് റാമിനെ ഫിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, റാമിൻ്റെ ലെഫ്റ്റ് രണ്ടാമതാണ് മനു. റാമിൻ്റെ ലെഫ്റ്റ് അങ്ങോട്ടാണ്, അതിനാണ് ഞാൻ റൈറ്റ് ലെഫ്റ്റ് ആദ്യമേ പറഞ്ഞത്. ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, രണ്ടാമെന്ന് പറയുമ്പം മനു ഇവിടെ വരും. ഓക്കെ, ഗൗരവ് ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് റാം. റാമിൻ്റെ റൈറ്റിൽ മൂന്നാമതാണ് ഗൗരവ്. ഇപ്പോൾ റാം ഇത് റൈറ്റ് ഇങ്ങോട്ടാണ്, റൈറ്റ് ഇങ്ങോട്ടാണ്, തെറ്റിപ്പോലെ റൈറ്റ് ഇങ്ങോട്ടാണ്. മൂന്നാമത് പറയുമ്പോൾ 1, 2, 3. ഇപ്പോൾ ഗൗരവ് ഇവിടെ. ഓക്കെ, ഗൗരവ് ഇവിടെ, ഡൗട്ടില്ലല്ലോ. നെക്സ്റ്റ്, ശിവം ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് മനു. ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത ആൾക്കാരെ ബേസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് കൊടുത്ത് തന്നെ പോവാം. അപ്പോൾ ഓൾറെഡി മനു ഫിക്സ് ആണ്. മനുവിൻ്റെ ലെഫ്റ്റിൽ മൂന്നാമതാണ് ശിവം. ഓക്കെ, മനു ഓൾറെഡി ഫിക്സ് ആണ്. മനുവിൻ്റെ ലെഫ്റ്റ് അങ്ങോട്ടാണ്, മാറിപ്പോലെ മനുവിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇങ്ങോട്ടാണ്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് ആണ്. മനുവിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. എത്രാമതാണ്? മൂന്നാമതാണ് ശിവം. 1, 2, 3. ഇവിടെ ആണ് ആര് വരണ്ടേ? ശിവം വരണ്ടേ. ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഉണ്ട്. ഉമേഷ് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ശിവം. ശിവം ഓൾറെഡി ഫിക്സ് ആയി, അങ്ങനെയാണെങ്കിൽ ഉമേഷിനെയും കൊടുക്കാം. ഇപ്പോൾ റൈറ്റ് ലെഫ്റ്റ് മാറിപ്പോലെ ലെഫ്റ്റ് ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങോട്ടാണ് ലെഫ്റ്റ് വരുന്നത്. ഉമേഷ് എവിടെയാണ് അങ്ങനെ വരണ്ടേ? ഉമേഷ് ഇവിടെ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. ഒരാൾ വരാനുണ്ട്, ആരാണ് ആ പേര് നോക്കുക, വീർ. അപ്പോൾ വീറിന് ധൈര്യമായിട്ട് ഇവിടെ കൊടുക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് മനു. മനുവിൻ്റെ ലെഫ്റ്റ് രണ്ടാമത്. മനു താണ്ടേ ലെഫ്റ്റ് അങ്ങോട്ടാണ്, ഇങ്ങോട്ട് രണ്ടാമത് ആരാണ്? വീർ എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സർക്കുലർ സീറ്റിംഗ് ലീനിയറുമായിട്ട് ചെയ്യുന്നതായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഒരാളെ ഫിക്സ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമെന്നില്ല. ഒരാളെ ഫിക്സ് ചെയ്ത് പോകാം, പക്ഷേ ആ ഫിക്സ് ചെയ്യുന്ന ആളിനെ ബേസ് ചെയ്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലേ പിന്നീടുള്ള ആൾക്കാരെയും കൊടുക്കാവൂ. ഓക്കെ, നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ എണ്ണം പറഞ്ഞല്ലേ, എണ്ണി നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6. ഇവിടെ 6 പേരാണ് ഫേസിങ് ദ സെൻറ്റർ. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുകയാണ്. 6 പേര് സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കി. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ജെ ഈ സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എം. എമ്മിൻ്റെ തൊട്ട് ലെഫ്റ്റിലാണ് ജെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എമ്മിനെ ജെ ഇഷ്ടമുള്ള ആളിനെ ഫിക്സ് ചെയ്യാം. ഞാൻ എമ്മിനെ ഫിക്സ് ചെയ്യുകയാണ്. എമ്മിൻ്റെ തൊട്ട് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ ജെ ഇവിടെ. ഓക്കെ, ജെ ഇവിടെ വന്നു. ആർ ഈ സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജെ. അപ്പോൾ ഇനി ജെ ഓൾറെഡി ഫിക്സ് ആയി, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുത്തു പോവാം. ജെയുടെ ലെഫ്റ്റിൽ രണ്ടാമത്. ലെഫ്റ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അപ്പോൾ രണ്ടാമത് 1, 2. അപ്പോൾ 6 ആണ് ഇവിടെ വരുന്നത്. കെ ഈ സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ജെ. സിമ്പിൾ. കാരണം എന്താണ്, ജെ ഓൾറെഡി ഫിക്സ് ആയി. അതിന് എളുപ്പമല്ല, അത് കൊടുത്താൽ മതി. ജെയുടെ റൈറ്റിൽ, ഇപ്പോൾ നിങ്ങൾ മീനിങ് എടുക്കുമ്പോൾ മാറിപ്പോലെ ജെയുടെ റൈറ്റിൽ 3. ജെയുടെ റൈറ്റ് ഇങ്ങോട്ടാണ്. 1, 2, 3. അപ്പോൾ എന്താണ് കെ ഇവിടെ. ലാസ്റ്റ് സെൻറ്റൻസ്, പി സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. ആർ ഓൾറെഡി ഫിക്സ് ആണ്. ആറിൻ്റെ റൈറ്റ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. പി ഇവിടെ. ഇത്രയല്ലേ ഉള്ളൂ. ഇനി ആരാണ് വരാനുള്ളതെന്ന് നോക്കുക. ജെ കെ പി ക്യു ആർ ആണ്. ഓക്കെ, ജെ കെ പി ക്യു. ഇപ്പോൾ ക്യു ആണല്ലോ ഇവിടെ വരണ്ടേ? ക്യു ആണ് ഇവിടെ വരുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. കെയുടെ ലെഫ്റ്റ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. 1, 2. ആരാണ്? എം ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 എം എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. MDSൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എം എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ എണ്ണം നോക്കുക. 1, 2, 3, 4, 5, 6. ഇവിടെ 6 പേരാണ് ഫേസിങ് ദ സെൻറ്റർ. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫേസിങ് ദ സെൻറ്റർ. 6 പേരെ ഇരുത്താനുള്ള രീതിയിൽ വരച്ചു. ഓക്കെ, മീന സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സരോജ്. ഓക്കെ, അപ്പം ഞാൻ സരോജിനെ എങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. സരോജിനെ ഇവിടെ ഫിക്സ് ചെയ്താൽ മീന ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അപ്പോൾ സരോജിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടല്ലേ, മീന ഇവിടെ. ഗോൾഡി സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സരോജ്. ഓൾറെഡി സരോജ് ഫിക്സ് ആയി. അപ്പോൾ എന്ത് ചെയ്യാം, ഗോൾഡിയെ കൊടുക്കാം. തേർഡ് ടു ദ റൈറ്റ് അല്ലേ, തേർഡ് ടു ദ റൈറ്റ്. അപ്പോൾ 1, 2, 3. അപ്പോൾ റൈറ്റ് ലെഫ്റ്റും തെറ്റിപ്പോയത്. ഇങ്ങോട്ടാണ് റൈറ്റ് 3. അപ്പോൾ ഇവിടെയാണ് ഗോൾഡി വരുന്നത്. ഓക്കെ, പ്രീതി സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഗോൾഡി. അപ്പോൾ ഗോൾഡി ഓൾറെഡി ഫിക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് നോക്കുക. ഇങ്ങോട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് രണ്ടാമതാണ്. അപ്പോൾ 1, 2. അപ്പോൾ ഇവിടെയാണ് ആര് വരേണ്ടത്? പ്രീതി വരേണ്ടത്. പൂനം സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഗോൾഡി. വളരെ എളുപ്പം. എന്താണ്, ഗോൾഡിയുടെ റൈറ്റ് അങ്ങോട്ടാണ്, തെറ്റിപ്പോലെ ഇവിടെയാണ് റൈറ്റ്. ഇതാണ്, ഇവിടെയാണ് പൂനം വരുന്നത്. ഇത്രേ ഉള്ളൂ. ഹൂ സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബേബി. അപ്പോൾ നമുക്ക് ഇനി ആരാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? ബേബിയാണ്. അപ്പോൾ ആ ബേബി ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യനും ബേബിയെ ബേസ് ചെയ്താണ്. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബേബി. അപ്പം ലെഫ്റ്റ്
ഇങ്ങോട്ട് 1, 2 ആരാണ്? സരോജാണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 സരോജ എന്നുള്ളതാണ് ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഈ രീതിയിലാണ് സർക്കുലർ സീറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ലീനിയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് സർക്കുലർ. നമ്മൾ റൈറ്റ് ലെഫ്റ്റും എടുക്കാൻ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആ ക്ലാസ് കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.